യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ അവർ പോകുന്ന ദേശത്തെ കാലാവസ്ഥ, ഭക്ഷണം, സംസ്കാരം, കല, വിനോദങ്ങൾ, ചരിത്രം ഇവയൊക്കെ പറ്റി നന്നായി മനസ്സിലാക്കിയിരിക്കണം. പോകുന്ന സ്ഥലത്തെ നിയമങ്ങൾ മനസ്സിലാക്കി വേണം അവിടെ കഴിയേണ്ടത്. ആ നാട്ടിലെ ആളുകളുമായി സംസാരിക്കുകയും അവരിൽ നിന്ന് ചിലത് പഠിക്കുകയും ചെയ്യുമ്പോഴേ നാം എത്തിച്ചേർന്ന സ്ഥലത്തെപ്പറ്റി പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ യാത്രയിലാണ്. താനിപ്പോൾ 3-ാം മിഷണറി യാത്ര തുടങ്ങിക്കഴിഞ്ഞു. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ അന്ത്യോക്യയിൽ നിന്ന് തൻ്റെ യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. ഗലാത്യ, ഫ്രുഗ്യ എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് എല്ലാ ശിഷ്യന്മാരെയും ശക്തിപ്പെടുത്തി. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ താനും സംഘവും ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്ന് എഫേസോസിൽ എത്തി എന്ന് നമുക്ക് കാണാം. അധ്യായം 18-ൽ ദൈവഹിതമെങ്കിൽ താൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നു എഫേസസിലേക്ക്. 3-ാം മിഷണറി യാത്രയിൽ തനിക്ക് എഫേസോസിലേക്ക് പോകാൻ ദൈവം അവസരം കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, പലപ്പോഴും നമ്മുടെ ആലോചനകളും പദ്ധതികളും ഒന്നും നടപ്പാവുകയില്ല. അതിനർത്ഥം ദൈവം നമ്മോട് കൂടെയില്ല എന്നല്ല. ചില ഭവനങ്ങളിൽ പോകാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ചിലരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് വരുന്നില്ല. ഇതൊക്കെ കണ്ട് നാം ഒരിക്കലും നിരാശരാകരുത്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അതിനുള്ള വഴികൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടി തുറന്നു തരും. അവസരങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുക. അവസരം ലഭിക്കുമ്പോൾ ഒക്കെയും സുവിശേഷം അറിയിക്കുക. ദൈവമാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. എഫേസോസിലെത്തിയ പൗലോസ് അവിടെ ചില ശിഷ്യന്മാരെ കണ്ടെത്തി. എവിടെയാണ് ഇവരെ കണ്ടെത്തിയത്? സിനഗോഗിൽ തന്നെ എന്നുള്ളതിൽ സംശയമില്ല. കാരണം തൻ്റെ എല്ലാ വേലസ്ഥലങ്ങളിലും ആദ്യം ഒരു സിനഗോഗ് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ പ്രസംഗിക്കുക എന്നത് പൗലോസിന്റെ ഒരു രീതിയായിരുന്നു. 12ഓളം പുരുഷന്മാരുണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഈ സംഘത്തെ പൗലോസ് പരിചയപ്പെടുകയാണ് ചെയ്തത്. ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിരുന്നുവെങ്കിൽ ഈ സംഘത്തെ കണ്ടുമുട്ടുവാൻ പൗലോസിന് കഴിയുകയില്ല. ഇന്ന് സഭാ കൂടിവരവിൽ പോലും ആരാധന അവസാനിക്കുമ്പോൾ താൻ്റെ വഴിക്ക് വേഗം ഓടിപ്പോകുന്നവരുണ്ട്. കുറച്ചു നേരം നിന്ന് വിശേഷങ്ങൾ തിരക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയമില്ലാത്തതുപോലെ. ഇവിടെ ഇവർ ശിഷ്യന്മാർ എന്നാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളാണ്, ശിഷ്യന്മാരാണ്. പക്ഷേ ഇവരെ എങ്ങനെ തിരിച്ചറിയാം? പലരെയും വേഷങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സന്യസ്ത വേഷം ധരിക്കുന്നവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ വസ്ത്രത്തിന്റെ നിറം, രീതി ഇവ നോക്കി അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശിഷ്യൻ എന്നാൽ ഒരു ഗുരുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം. അക്കാലത്ത് അനേകം ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു താനും. ഇവരെ കണ്ടപ്പോൾ തന്നെ പൗലോസിന് മനസ്സിലായി ഇവർ ശിഷ്യന്മാരായി ആണ് എന്ന്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കും എന്ന് തന്നെ താൻ കരുതി. അവരോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ അപ്പൊല്ലോസിനെ പറ്റി നാം പഠിച്ചു. ആ ദൈവപുരുഷനെ പോലെ പൂർണ്ണമല്ലാത്തൊരു വിശ്വാസമുള്ള ശിഷ്യന്മാരായിരുന്നു ഈ 12 പേർ. ഒരുപക്ഷെ അപ്പൊല്ലോസിന്റെ പഠിപ്പിക്കലുകൾ കേട്ട് അവർ ശിഷ്യന്മാരായി മാറിയതായിരിക്കാം. ഇവർ വിശ്വസിച്ചത് ഇത്രമാത്രം: മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക. കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയ സ്നാപയോഹന്നാന്റെ പഠിപ്പിക്കലുകൾ മാത്രം മനസ്സിലാക്കിയ 12 പേരായിരുന്നു ഇവർ. പൗലോസിന്റെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അതെങ്ങനെ? സ്നാപയോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന്. തങ്ങൾ മാനസാന്തര സ്നാനം മാത്രം ഏറ്റു. ഗുരു പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കിയതുമില്ല, അതിനെപ്പറ്റി അറിഞ്ഞതുമില്ല, അന്വേഷിച്ചതുമില്ല. ഇന്നും പരിമിതമായ അറിവിൽ ശിഷ്യന്മാർ എന്ന് കരുതി നടക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കുന്നവർ. പൗലോസ് തുടർന്ന് അവരെ തിരുത്തി. തൻ്റെ പിന്നാലെ വന്ന യേശുക്രിസ്തുവിനെ പറ്റിയും യേശുവിൻ്റെ ശുശ്രൂഷ, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പെന്തക്കോസ്ത് നാളിലെ അനുഭവം ഇവയൊക്കെയും വിശദീകരിച്ചു കൊടുത്തു. ഇന്നും ഇതുപോലെയുള്ളവരെ നാം കണ്ടുമുട്ടുമ്പോൾ അവരുമായി തർക്കിച്ച് അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനല്ല, കുറവുകൾ വിവേകത്തോടെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ കടപ്പെട്ടവനാണ്. അന്വേഷിച്ചപ്പോൾ മാത്രമാണ് ഒരു വിശദീകരണം ആവശ്യമായി വന്നത്. ആയതിനാൽ
പലരും അപൂർണമായി വിശ്വസിക്കുമ്പോൾ അവരെ നേർവഴി കാട്ടിക്കൊടുക്കുവാൻ അവരോടൊപ്പം സമയം ചെലവഴിച്ചാലേ സാധിക്കൂ. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് അധിക കാലമായില്ല. എന്നിട്ടും കുറെ പേർ യേശുവിനെ പോലും പറ്റി അറിയാത്തവരായി പല സ്ഥലങ്ങളിലും ജീവിച്ചിരുന്നു. ഇന്ന് തിരുവചനം കയ്യിലുണ്ടെങ്കിലും അതിനകത്തെ സത്യങ്ങൾ വായിക്കാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ കിണറ്റിലെ തവളകളെ പോലെ കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. പൗലോസ് യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഈ 12 പേർ അത് വിശ്വസിച്ചു, സ്നാനമേൽക്കുകയും ചെയ്തു. വീണ്ടും സ്നാനപ്പെടാൻ വ്യവസ്ഥയുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാകും. എന്നാൽ ഈ 12 പേർ പണ്ട് സ്വീകരിച്ചത് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം മാത്രമായിരുന്നു. വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചത് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് സ്നാനം. സ്നാനമേറ്റ് അവരുടെ മേൽ പൗലോസ് കൈവച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3 തവണ അന്യഭാഷയെപ്പറ്റി പറയുന്നുണ്ട്. അധ്യായം 2 യഹൂദന്മാരായ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴും, അധ്യായം 10 കൊർനെല്യോസിന്റെ ഭവനത്തിൽ കൂടി വന്ന ജാതികളുടെ മേൽ വന്നപ്പോഴും, 19-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും തന്നെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയ കേൾവിക്കാരെ, പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ, വചനം വായിച്ചതുകൊണ്ടോ, ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ടോ നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ ശിഷ്യരെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് വരുന്നവനാണ് യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ശിഷ്യൻ. ഓരോ കാലഘട്ടത്തിലും പരിഷ്കരിച്ച മാപ്പ് നോക്കി വേണം സഞ്ചരിക്കേണ്ടത്. അങ്ങനെ സഞ്ചരിക്കുന്നവന് മാത്രമേ വഴിതെറ്റാതെ നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയൂ. കാലഹരണപ്പെട്ട വിശ്വാസ സംഹിതകൾ പിന്തുടരുന്നവർ ഇന്നും പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാതെ തുടരുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ, കൃപാവരങ്ങൾ പ്രാപിക്കാൻ, അന്യഭാഷയിൽ സംസാരിപ്പാൻ, ദൈവത്തെ അറിയുവാൻ, യഥാർത്ഥമായി അറിയുവാൻ, ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.